ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ സംസ്കൃത പഠന കേന്ദ്രത്തിന് തുടക്കമായി. പഠന കേന്ദ്രത്തിന് കീഴിൽ 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും സംസ്കൃത സർട്ടിഫിക്കറ്റ് കോഴ്സും സംസ്കൃത ഡിപ്ലോമ കോഴ്സും അഭ്യസിക്കാവുന്നതാണ്. കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്ക് ഇരിങ്ങാലക്കുടയിലെ എല്ലാ സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും അവസരം ഉണ്ടായിരിക്കും. ക്രൈസ്റ്റ് കോളേജിലെ ഡോക്ടർ ജോസ് തെക്കൻ സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയുടെ സംസ്കൃത പഠന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി നിർവഹിച്ചു. ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംസ്കൃത ഭാരതി ഡയറക്ടർ പി നന്ദകുമാർ, ഇരിങ്ങാലക്കുട ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് പ്രസിഡന്റ് രമേശൻ നമ്പീശൻ, ഡോക്ടർ ഷിൻഡോ KG എന്നിവർ ആശംസകൾ നേർന്നു. സംസ്കൃത വിഭാഗ മേധാവി ഡോക്ടർ വിനീത E സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ ആശ NS നന്ദിയും പറഞ്ഞു. അറിവ് എന്ന് പറയുന്നത് വെളിച്ചമാണ്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള അറിവില്ലായ്മ എന്ന അന്ധകാരത്തെ ഒഴിവാക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന ഒരു വെളിച്ചമാണ് അറിവ്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരത ഒരു സംസ്കൃതിയിലെ വിശ്വാസമായി തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ മൃദംഗമയ എന്നൊക്കെ പറയുന്നത് തമസയിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് നമ്മുടെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് അറിവ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഒരു ആദിമകാലം തൊട്ട് അറിവ് അന്വേഷിക്കുക, അറിവ് എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ള ഒരു തുടർച്ച ആദ്യകാലം തൊട്ട് തന്നെ നമുക്ക് ഭാരതീയ സംസ്കൃതിയിൽ ആദ്യകാലം തൊട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് അറിവ് എന്ന് പറയുന്നത്. അപ്പൊ അന്ധകാരം ഇല്ലാതെയാവുക, ജാഡ്യത ഇല്ലാതെയാക്കുക. മൂകാംബികയുടെ ഒരു ശ്ലോകമുണ്ട്, യാകുന്ദേന്ദു തുഷാരഹാരധവള. ഈ ശ്ലോകത്തിലൊക്കെ ചെല്ലാട്ടോ, കേട്ടാലും നല്ലതാണ്, പുണ്യാണ്. യാകുന്ദേന്ദു തുഷാര हारधवला या शुभ्रवस्त्रावृता या